free kick. Have you got a name for it? Rocket? No. Well, I like to listen when people say the Ronaldo rocket. I like. 15-ാം വയസ്സിൽ ഒരു ഗുരുതരമായ ഹൃദയ പ്രശ്നം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തളർത്തി. ഡോക്ടർമാർ പറഞ്ഞ കേട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിന് തന്റെ സ്വപ്നങ്ങൾ നശിക്കുമെന്ന് എന്ന പേടി തോന്നി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമമുറിയിൽ കഴിയുമ്പോൾ പോലും അദ്ദേഹം ലോക പ്രശസ്ത ഫുട്ബോൾ താരമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ ലോക സുപ്രീമസിയിലേക്ക് നയിച്ച അത്ഭുതം അദ്ദേഹത്തിന്റെ അത്ഭുതമായ ജാഗ്രതയും എഫേർട്ടുമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗ്രേറ്റ്നെസ്സിലോട്ടുള്ള യാത്ര ആരംഭിച്ചത് ഏറ്റവും എളിയ സാഹചര്യത്തിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മഡേര ഫഞ്ചലിൽ ജനിച്ചു. ഒരു ദരിദ്ര കത്തോലിക്കൽ ഭവനത്തിൽ ആണ് അദ്ദേഹം വളർന്നത്. സഹോദരങ്ങൾക്ക് ഒപ്പം ഒരു മുറി പങ്കിട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ജോസ് ഡെനിസ് അവേറോ അമേരിക്കൻ നടനും മുൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റേഗന്റെ ആരാധകനായിരുന്നു. അങ്ങനെ മകന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പേരിട്ടു. ദാരിദ്ര്യം, പിതാവിന്റെ മദ്യപാനം, ധാരാളം കുട്ടികൾ ഉള്ളതിനാൽ റൊണാൾഡോയെ ഗർഭഛിദ്രം അതായത് അബോർട്ട് ചെയ്യാൻ അമ്മ ആലോചിച്ചു. അമ്മ വീട്ടുജോലിക്കാരിയായും ശുചീകരണ തൊഴിലാളിയായും ജോലി ചെയ്യുന്നതിനിടയിൽ അവന്റെ അമ്മ മരിയ ഇതിനകം 3 മക്കളെ അതായത് 2 പെൺമക്കളെ ഒരു മകനെയും വളർത്താൻ പാടുപെടുമായിരുന്നു. ഒരു പ്രാദേശിക ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ കിറ്റ്മാനും ഒരു പാർട്ട് ടൈം കർഷകനുമായിരുന്ന അവന്റെ പിതാവ് തന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും മദ്യത്തിനായി ചെലവഴിച്ചു. കുടുംബത്തിന്റെ നിലനിൽപ്പ് പൂർണ്ണമായി അമ്മയുടെ കഠിനാധ്വാനത്തിൽ ആശ്രയിച്ചിരുന്നു. മറിയ തന്റെ 4ാമത്തെ കുട്ടിയുമായി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയപ്പോൾ അവർക്ക് ഭക്ഷണം നൽകാൻ മറ്റൊരു വായെ കൂടെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് ഭയന്ന് അവൾ അതിലൂടെ പോകാൻ ആഗ്രഹിച്ചില്ല. എന്നിരുന്നാലും കുഞ്ഞ് ജനിക്കണമെന്ന് ഒരു ഡോക്ടർ അവളെ ബോധ്യപ്പെടുത്തി. ആ കുഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. റൊണാൾഡോ തന്നെ തന്റെ പ്രയാസകരമായ ബാല്യകാലം ഓർക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കൊരിക്കലും കളിപ്പാട്ടങ്ങളോ സമ്മാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസിന് പോലും എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ഫുട്ബോൾ ആയിരുന്നു. അതും എന്റെ അച്ഛൻ ഒരു കിറ്റ്മാൻ ആയിരുന്നത് നന്ദി. ദാരിദ്ര്യം അതിന്റെ അടയാളം അവശേഷിപ്പിച്ചു. 8ാമത്തെ വയസ്സിൽ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ റൊണാൾഡോ വളരെ മെലിഞ്ഞിരുന്നു. വിജയിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ഇല്ലാന്ന് പറഞ്ഞ് ആളുകൾ അവന്റെ ഭാവിയെ സംശയിച്ചു. എന്നാൽ റൊണാൾഡോ ഉറച്ച തീരുമാനത്തിലായിരുന്നു. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൻ അശാന്തമായി അധ്വാനിച്ചു. തീവ്രമായ വർക്കൗട്ടിലൂടെ തന്റെ ശക്തി വർദ്ധിപ്പിച്ചു. സ്കൂളിൽ റൊണാൾഡോ കഷ്ടപ്പെട്ടു. തനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാന്ന് അവൻ അമ്മയെടുത്ത് പറഞ്ഞു. മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഉള്ള ഏക വഴി ഫുട്ബോൾ ആണെന്ന് വിശ്വസിച്ചു. സ്കൂളിൽ അവന്റെ സമയം എളുപ്പമായിരുന്നില്ല. അവന്റെ ടീച്ചേഴ്സിൽ നിന്ന് ഡിസ്റെസ്പെക്ട് നേരിടുകയും ഒരു ധിക്കാര പ്രവൃത്തിയിൽ ഒരു ടീച്ചറിന്റെ നേരെ കസേര വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി. റൊണാൾഡോയുടെ കുട്ടിക്കാലം. കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയെന്ന നിലയിൽ റൊണാൾഡോയ്ക്ക് ഫുട്ബോളിനോടുള്ള പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ചെറുപ്പം മുതൽ തന്നെ കായിക രംഗത്ത് താല്പര്യം വളർത്തിയെടുത്തു. അവന്റെ അച്ഛൻ വീട്ടിൽ വന്നാലും ഫുട്ബോളിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു. ഇത് അവനെ കൂടുതൽ ഫുട്ബോളിലോട്ട് ആകർഷിച്ചു. പഠനത്തിൽ താല്പര്യമില്ലാത്ത റൊണാൾഡോ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പലപ്പോഴും ഗൃഹപാഠം അതായത് ഹോംവർക്ക് ഒഴിവാക്കുമായിരുന്നു. 12ാം വയസ്സിൽ സ്പോർട്ടിംഗ് CPയിൽ ചേർന്ന് ലിസ്ബണിലോട്ട് താമസം മാറി. 15ാം വയസ്സിൽ അദ്ദേഹത്തിന് ടാക്കിക്കാർഡിയ എന്ന ഹാർട്ട് ഡിസീസ് കണ്ടെത്തി. ഇതോടെ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്തി. എന്നിരുന്നാലും ഈ ഹാർട്ട് ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് ഒന്ന് ഓടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ റൊണാൾഡോയുടെ ഹാർട്ടിന് ഇതിന് ആവശ്യമില്ലായിരുന്നു. ഒരു വർക്കും ചെയ്യാതെ ഇരുന്നാലും ഹാർട്ട് ബീറ്റ് എപ്പോഴും ഫാസ്റ്റ് ആയിരുന്നു. ഇത് ഫുട്ബോളിന് തീരെ നല്ലതല്ലായിരുന്നു. എന്നിരുന്നാലും വിജയകരമായ സർജറിക്ക് ശേഷം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഫുട്ബോൾ പ്രാക്ടീസ് പുനരാരംഭിച്ചു. ആ നിമിഷം മുതൽ റൊണാൾഡോ ഫുട്ബോളിനായി സ്വയം സമർപ്പിച്ചു.
തന്നെ സംശയിച്ചിരുന്ന എല്ലാവരെയും തെറ്റാങ്ങ് തെളിയിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തിന്റെ പ്രധാന ബ്രേക്ക് ഡൗൺ: ഹൃദയ ശസ്ത്രക്രിയ, ഹാർട്ട് സർജറി. 15-ാം വയസ്സിൽ റൊണാൾഡോയ്ക്ക് ടാക്കിക്കാർഡിയ എന്ന ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തി. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിൽ നിന്ന് വേഗത്തിലാക്കുന്നതാണ്. സർജറി വിജയകരമായി. അതിനോടൊപ്പം റൊണാൾഡോ പരിശീലനത്തിലേക്ക് മടങ്ങി. പിതാവിന്റെ മരണം: 2005-ൽ 20-ാം വയസ്സിൽ റൊണാൾഡോയുടെ പിതാവ് ജോസ് ഡിനിസ് അവേരോ മദ്യപാനവുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളായി അന്തരിച്ചു. മാതാവിന്റെ രോഗം: റൊണാൾഡോയുടെ മാതാവ് മരിയ ബ്രസ്റ്റ് ക്യാൻസർ രോഗബാധിതയായി. എന്നാൽ തുടർന്ന് രോഗമുക്തി നേടി. സഹോദരന്റെ ലഹരി പ്രശ്നം: റൊണാൾഡോയുടെ സഹോദരൻ ഹ്യൂഗോ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിട്ടു. എന്നാൽ പിന്നെ രോഗമുക്തി നേടി. ക്ലബ് കരിയർ: മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 2003-ൽ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്നു. ഇത് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ക്ലബ്ബാണ്. ഇവിടെ അദ്ദേഹം 292 മത്സരങ്ങളിൽ 118 ഗോളുകൾ നേടി. അതിനോടൊപ്പം 9 ട്രോഫികൾ നേടി. റിയൽ മാഡ്രിഡ്: 2009-ൽ റൊണാൾഡോ റിയൽ മാഡ്രിഡിലോട്ട് മാറി. റിയൽ മാഡ്രിഡ് സ്പെയിനിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബാണ്. ഇവിടെ അദ്ദേഹം 438 മത്സരങ്ങളിൽ 450 ഗോളുകൾ നേടി. ഇതിനോടൊപ്പം നിരവധി കിരീടങ്ങൾ നേടി. ഇതിൽ 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടുന്നു. യുവന്റസ്: 2018-ൽ യുവന്റസിൽ ചേർന്നു. 2021-ൽ സീരിയ എ ടോപ്പ് സ്കോററായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചുവരവ്: 2021-ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങി. 54 മത്സരങ്ങളിൽ 27 ഗോളുകൾ നേടി. അൽ നസർ: പിന്നീട് സൗദി അറേബ്യയിലെ അൽ നസറിൽ ചേർന്ന് ദേശീയ കരിയർ. പോർച്ചുഗൽ ദേശീയ ടീമിനായി റൊണാൾഡോ 2003-ൽ അരങ്ങേറ്റം നടത്തി. 200-ൽ കൂടുതൽ മത്സരത്തിൽ പങ്കെടുത്തു. 100-ൽ കൂടുതൽ ഗോളുകൾ നേടി. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പുരുഷ താരമായി. 2016-ൽ പോർച്ചുഗൽ ടീമിനെ യൂറോ കിരീടത്തിലേക്ക് നയിച്ചു. ചാരിറ്റി ആൻഡ് ഹാർഡ് വർക്ക്: 2015-ൽ ലോകത്തിലെ ഏറ്റവും ദാനശീലനായ കായിക താരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നേപ്പാളിലെ ഭൂകമ്പ റിലീഫിന് 5 പൗണ്ട് മില്യൺ സംഭാവന ചെയ്തു. 2016-ൽ ചാമ്പ്യൻസ് ലീഗിലെ ബോണസായ 6 ലക്ഷം യൂറോ മുഴുവന് സംഭാവന നൽകി. സേവ് ദ ചിൽഡ്രൻ ഒപ്പം സഹകരിച്ച് CR7 സെൽഫി എന്ന ചാരിറ്റി ആപ്പ് ആരംഭിച്ചു. റൊണാൾഡോ ഒരു ഫുട്ബോൾ താരം മാത്രമല്ല, കരുണയുടെ മഹാനുമാണ്. 2010-ൽ ഗോൾഡൻ ഷൂസ് ലേലം 1.5 മില്യൺ യൂറോയിൽ വിൽക്കപ്പെട്ടു. ഈ മുഴുവൻ തുകയും ഗാസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന ചെയ്തു. രക്തദാനം: റൊണാൾഡോ സ്ഥിരമായി തന്റെ രക്തദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ്. രക്തദാനം മുടങ്ങാതിരിക്കാൻ അദ്ദേഹം തന്റെ ശരീരത്തിൽ ടാറ്റൂകൾ ചെയ്യാതെ നോക്കുന്നു. ഇത് ഒരു ഇൻഫെക്ഷനും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ തന്റെ ഫാൻസും വെൽവിഷേഴ്സിന്റെയും അപകടമായ ട്രീറ്റ്മെന്റിന് വേണ്ടി റൊണാൾഡോ ധാരാളം പൈസ സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉള്ളൊരു കേസാണ്. ഒരു യുവ ഫാനിന് ബ്രെയിൻ സർജറിക്ക് വേണ്ടി വലിയ തുക ആവശ്യമായിട്ട് വന്നു. ഈ കുട്ടിയുടെ ദുരവസ്ഥയെപ്പറ്റി കേട്ടപ്പോൾ റൊണാൾഡോ ചികിത്സാ ചെലവുകൾ വഹിക്കുകയും കുടുംബത്തിന് ആവശ്യമായ പ്രതീക്ഷയും നൽകി. റൊണാൾഡോ പലപ്പോഴും തന്റെ സംഭാവനകൾ പരസ്യമാക്കാറില്ല, പകരം ആൾക്കാരെ സിൻസിയറായി സഹായിക്കുന്നു. പ്രചോദനം: മോട്ടിവേഷൻ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വന്നേക്കാം, പക്ഷേ പ്രചോദനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂട്ട് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും വരില്ല. നിർദ്ദേശങ്ങൾ: ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ആത്മവിശ്വാസവും പ്രയത്നവും കൊണ്ട് വിജയത്തിലേക്ക് എത്താമുങ്ങ എന്നാണ്. ഹാർട്ട് ഡിസീസിന്റെ അസുഖം, പിതാവിന്റെ മരണം, ബ്രദറിന്റെ അഡിക്ഷൻ, അമ്മയുടെ ക്യാൻസർ, കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും അദ്ദേഹത്തിന് തടയാനായില്ല. അതിനാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ നമ്മൾ തളരാതെ ആത്മവിശ്വാസത്തോടെയും പ്രയത്നത്തോടെയും മുന്നോട്ടു പോകാം. റൊണാൾഡോയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സമാപനം, കൺക്ലൂഷൻ. റൊണാൾഡോയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനും പ്രതിസന്ധിയെ മറികടന്ന് വിജയിക്കാൻ ആകുമെന്നാണ്. അടുത്ത എപ്പിസോഡിൽ പെലെ, മെസ്സി എന്നിവരുടെയും കഥകൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഒരു സ്വപ്നവും വലുതല്ല, അതുപോലെ വെല്ലുവിളിയും വലുതല്ല എന്നതിന്റെ തെളിവാണ് റൊണാൾഡോയുടെ യാത്ര. അദ്ദേഹത്തിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. വിജയം എന്നത് നമ്മൾ നേടുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരെ എങ്ങനെ പ്രചോദിപ്പിക്കുകയും ഉന്നമിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക, അതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തിരികെ നൽകാൻ എപ്പോഴും ഓർക്കുക. ഒരൊറ്റ വീഡിയോയിൽ ഒരു വ്യക്തിയുടെ മുഴുവൻ കഥയും നമുക്ക് പറയാൻ കഴിയില്ല. കണ്ടെത്താൻ എപ്പോഴും കൂടുതലുണ്ട്. നിങ്ങളെ ഏറ്റവും ആകർഷിച്ച പോയിന്റ് ഇതിൽ നിന്ന് ദയവായി കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.